Download now. CC Learning app. Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള PYQs ആണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മെയ് 2-നും മെയ് 16-നും ജൂൺ 6-നുമായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുന്നത് അല്ലെ. 3 ഫേസസ് ആയിട്ടാണ് എക്സാം ഉള്ളത്. അപ്പൊ എങ്ങനെ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് പഠിക്കണം എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ചെയ്തായിരുന്നു. അപ്പൊ എങ്ങനെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, MME അല്ലെ. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റ് ആണ് പഠിച്ചിരിക്കേണ്ടത്. കാരണം എന്താണ്, 50 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻസ് ആണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ചധികം മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മെയിൻ എക്സാം എഴുതാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള രീതിയിൽ വേണം പഠിച്ചു പോവാൻ. മാക്സിമം മാർക്കല്ല, നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്നു കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് വേണം പഠിക്കേണ്ടത്. അപ്പൊ വാരി വലിച്ച് സിലബസും ഫുള്ളായിട്ട് പഠിക്കാൻ നിൽക്കാതെ സ്മാർട്ട് സ്റ്റഡി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് എക്സാം നേടിയെടുക്കാൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ മിറാക്കിൾ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ. ഇനി ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബൂസ്റ്റർ ബാച്ച് 10 ദിവസത്തെ ക്ലാസ്സസ് ആയിട്ടാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ PSC കോഴ്സുകളും അറിയാനും കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ട് ആപ്പ് ഡൗൺലോഡ് ഗൂഗിൾ പ്ലേയിലും അതേപോലെ ആപ്പ് സ്റ്റോറിലും രണ്ടിലും നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ കോഴ്സസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു. ഡിഗ്രി പ്രിലിംസിന്റെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 10 ദിവസത്തെ ബാച്ചാണ്. 10 ദിവസമാണ് ബൂസ്റ്റർ ബാച്ചിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ 10 ദിവസം 20 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സസ് കംപ്ലീറ്റ് ആക്കുന്നത് 20 മണിക്കൂറിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്ത് PYQസും അതേപോലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ട് 20 മണിക്കൂർ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ 5 മോഡൽ എക്സാം പ്രാക്ടീസും ഉണ്ടാവും. മോഡൽ എക്സാംസ് 5 എണ്ണം നമ്മൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യും. അത്രയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാച്ചിലൂടെ പറഞ്ഞു പോവാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ശരിയാണ്, ശരിയായ ഉത്തരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. മോൺട്രിയൽ പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്തത് ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്താൻ വേണ്ടിയാണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുക. സെക്കൻഡ് വൺ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുക. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന്, ഓസോൺ പാളിയുടെ ആ ഒരു വിള്ളൽ തടയുന്നതിന്, വിള്ളൽ ഉണ്ടാക്കുന്ന ആ ഒരു വാതകങ്ങളുടെ ഒക്കെ കെമിക്കൽസിന്റെ ഉപയോഗം കുറക്കാനും നിർമ്മാണം തടയാനും ഒക്കെ കൊണ്ടുവന്ന പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും ശരിയാണ്. തേർഡ് പോയിന്റ് നോക്കിയേ, 1987 ഒപ്പിട്ടു, അതും ശരിയാണ്. അപ്പൊ ഇത് 3ഉം ശരിയാണ്. അപ്പൊ മുഴുവൻ പറയുന്നതെല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. പറയുന്നതെല്ലാം ശരി, മുഴുവൻ ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. അപ്പൊ താഴെ കുറച്ച് 3 ഹരിതഗൃഹ വാതകങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 3 വാതകത്തെക്കാളും ഇതിൽ ഏതിനേക്കാളൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവായിട്ടുള്ളത്? മീഥേന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇതിലുള്ളതിനേക്കാളും കുറവായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെ? ഇതിൽ തന്നിരിക്കുന്നതിനേക്കാളും കുറവാണ് മീഥേൻ വാതകത്തിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കണം അല്ലെ. എന്താണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾക്ക് അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവില്ലേ, അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചൂട് അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ്, താപം പിടിച്ചു വെക്കാനുള്ള കഴിവിനെയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് വാതകങ്ങൾ തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ്. അപ്പൊ GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ റിലേറ്റീവ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്.
കാർബൺ ഡൈ ഓക്സൈഡിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ GWP 1 ആണ്. ഇനി മീഥേനിന്റെ ആണെങ്കിലോ CH4 ആണ് മീഥേൻ. മീഥേന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 28 ആണ്, 28 ആണ്. നൈട്രസ് ഓക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 273 ആണ്, 273. CFC ക്ലോറോ ഫ്ലൂറോ കാർബണിന്റേതാണെങ്കിൽ 1200 ആണ് അല്ലെ, 1200 ആണ് ക്ലോറോ ഫ്ലൂറോ കാർബണിന്റേത്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ആണെങ്കിൽ 23,500 ആണ് വരുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ SF6-നാണ്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിനാണ്. അതിലും കുറവ് CFC ആണ്, അതിലും കുറവാണ് N2O നൈട്രസ് ഓക്സൈഡ്, അതിലും കുറവ് മീഥേൻ, ഏറ്റവും കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡിന്. അപ്പൊ താഴെ തന്നവയിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ. താഴെ തന്നിരിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. അപ്പൊ മീഥേൻ വാതകത്തിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലുള്ളത് ഏതൊക്കെയാണെന്നല്ലേ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? നൈട്രസ് ഓക്സൈഡിനും ക്ലോറോ ഫ്ലൂറോ കാർബണിനും. ഇതിന് രണ്ടിനുമാണല്ലോ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ മീഥേനേക്കാളും കൂടുതലുള്ളത്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഏത് വരും? 1ഉം 2 മാത്രം ശരി എന്ന് വരും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന് GWP എന്ന് പറയുന്നത് മീഥേൻ വാതകത്തിനേക്കാളും കുറവാണ്. ബാക്കി രണ്ടിനുമാണ് മീഥേൻ വാതകത്തിനേക്കാളും കൂടുതൽ. അപ്പൊ 1 and 2 ആണ് മാത്രം. അതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഗോള താപനത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനും കുറച്ചൊരു ആഗോള താപനം റിലേറ്റഡ് ആണ് അല്ലെ. ഇനി ആഗോള താപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ആഗോള താപനം എന്ന് പറയുന്നതാണ് എന്താണ്? ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ട് അല്ലെ. ഹരിതഗൃഹ വാതകങ്ങൾ ഈ മീഥേൻ, അതേപോലെ നീരാവി, ഓസോൺ, അങ്ങനെയുള്ള കുറച്ച് ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ട്. മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അങ്ങനെയുള്ള ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ, ഹരിതഗൃഹ വാതകം എന്ന് വെച്ചാൽ എന്താ? അന്തരീക്ഷത്തിൽ താപം പിടിച്ചു നിർത്താനുള്ള കഴിവ് ചില വാതകങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള വാതകങ്ങളെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ താപം പിടിച്ചു നിർത്തി ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവ് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്ന താപത്തിന്റെയും അളവ് കൂടും. അപ്പൊ ഇതാണ് ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത അളവ് താപം പിടിച്ചു നിർത്തുന്നുണ്ട്. അതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കൂടുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഈ താപത്തിന്റെ അളവ് കൂടും. ഇങ്ങനെ താപത്തിന്റെ അളവ് കൂടുമ്പോഴാണ് ആഗോള താപനം ഉണ്ടാവുന്നത്. ആഗോള താപനം. അപ്പൊ ആഗോള താപനത്തെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. അത് കറക്റ്റ് ആണ്. ഇനി ഒരു വാതകത്തിന്റെ GWP അതിന്റെ വികിരണ കാര്യക്ഷമതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വാതകം അതിന്റെ GWP എന്ന് പറയുന്നത് വികിരണ കാര്യക്ഷമതയെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്, ആ വാതകത്തിന് എത്ര കാലം അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിർത്താൻ കഴിയും അതും കൂടെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ചൂട് എത്ര കാലം അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളത് കൂടെ ആശ്രയിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് തെറ്റാണ്. ഈ തേർഡ് പോയിന്റ്, GWP കണക്കാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന വാതകമാണ് മീഥേൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്തായിരുന്നു? അന്തരീക്ഷത്തിലെ GWP കണക്കാക്കാൻ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിന്റെ GWP എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മീഥേൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇവിടെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് GWP കണക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് പോയിന്റ് തെറ്റാണ്. അപ്പൊ ഫസ്റ്റ് ആണ് ശരി, സെക്കൻഡും തേർഡും തെറ്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. അത് ശരിയാണ്. GWP നമ്മൾ മെയിൻ ആയിട്ട് കണക്കാക്കുന്നത് 100 വർഷത്തെ കാലയളവിലാണ്. അപ്പോ ഫോർത്ത് പോയിന്റ് ശരി. ഇനി ഫിഫ്ത് പോയിന്റ് ആണെങ്കിലോ, വിവിധ ഹരിതഗൃഹ വാതകങ്ങളുടെ ആഗോള താപനത്തിലുള്ള സംഭാവന താരതമ്യം ചെയ്യുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉത്സർജനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. അപ്പോ താഴെ തന്നവയിൽ ഏതൊക്കെയാണ് ശരി? എല്ലാ വാക്യങ്ങളും ശരിയാണ്. 2ഉം 3ഉം മാത്രം ശരിയാണ്. 1, 4, 5 മാത്രം ശരിയാണ്. 2, 3, 5 മാത്രം ശരിയാണ്. ഏതാണ് ആൻസർ? 1, 4, 5 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോ ആഗോള താപനം, അതേപോലെ ഹരിതഗൃഹ വാതകങ്ങൾ, ഹരിതഗൃഹ പ്രഭാവം, GWP 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓസോൺ ഡിപ്ലീഷൻ ഇതൊക്കെ പഠിച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഭാഗങ്ങളാണ്.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അവയെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡിൽ ഉൾപ്പെടുത്തി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു മൂലകം തിരഞ്ഞെടുക്കുക. അപ്പൊ 2016 പുതുതായിട്ട് 4 മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയത്. 4ഉം 7ാമത്തെ പീരീഡ് കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഏതൊക്കെയാണ് മൂലകങ്ങൾ എന്ന് നോക്കാം. അതിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ആ പട്ടികയിൽ ഉൾപ്പെടാത്ത മൂലകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഇവിടെ ഉൾപ്പെടാത്തതായിട്ട് മോസ്കോവിയം, ടെന്നസിൻ, ഒഗാനസൺ, ലിവർമോറിയം. ഇതിൽ ലിവർമോറിയം ആണ് ആൻസർ. ലിവർമോറിയം അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ലിവർമോറിയം ആണ് ഉൾപ്പെടാത്തത്. അപ്പൊ മോസ്കോവിയം, ടെന്നസിൻ, ഒഗാനസൺ. അപ്പൊ ഒരു മൂലകം കൂടെ ഉണ്ടാവും അല്ലെ. ഏതാണ് ആ മൂലകം? നിഹോണിയം ആണ്. നിഹോണിയം എന്ന് പറയുന്ന മൂലകം 113ാമത്തെ മൂലകമാണ്. ഈ 113ാമത്തെ മൂലകം ജപ്പാനീസ് നെയിമാണ് നിഹോണിയം എന്ന് പറഞ്ഞാൽ. ആ നെയിമിൽ നിന്നാണ്, ജപ്പാനിൽ നിന്നാണ് ഈ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിഹോണിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു ഏഷ്യൻ രാജ്യത്തിൽ നിന്നുമാണ് ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു എലമെന്റിന് പേര് വന്നിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിന് ഒരേ ഒരു ഏഷ്യൻ രാജ്യത്തിൽ നിന്ന് മാത്രമാണ് പേരിട്ടിരിക്കുന്നത്. ഒരു എലമെന്റിന് മാത്രമാണ് ഏഷ്യൻ രാജ്യത്തിൽ നിന്നും പേരിട്ടിരിക്കുന്നത്. അതാണ് നിഹോണിയം. 113ാമത്തെ മൂലകമാണ്. ഇനി നെക്സ്റ്റ് മോസ്കോവിയം ആണ്. മോസ്കോവിയം 115ാമത്തെ മൂലകമാണ്. ഈ റഷ്യൻ ഒരു നഗരമായ മോസ്കോയിൽ നിന്നാണ് മോസ്കോവിയം എന്ന നെയിം വന്നിരിക്കുന്നത്. ടെന്നസീൻ എന്ന് വെച്ചാൽ 117ാമത്തെ മൂലകമാണ്. ടെന്നസീൻ വന്നിരിക്കുന്നത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിന്റെ പേരിൽ നിന്നാണ്. അതേപോലെ ഒഗാനസൺ എന്ന് പറയുന്നത് ഒരു റഷ്യയിലെ ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. യൂറി ഒഗാനസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഒഗാനസൺ എന്ന മൂലകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 4ഉമാണ്: നിഹോണിയം, മോസ്കോവിയം, ടെന്നസീൻ, ഒഗാനസൺ. 118ാമത്തെ മൂലകമാണ്. ഈ 4 മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ പിന്നീട് കൂട്ടിച്ചേർത്ത 4 മൂലകങ്ങൾ ഇവയൊക്കെയാണ്. അപ്പൊ ഇത്രയാണ് 2016 കൂട്ടിച്ചേർത്തത്. അപ്പൊ ഈ 4 മൂലകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4ഉം മനുഷ്യനിർമ്മിതമാണ്. ഓൾറെഡി പ്രകൃതിയിൽ കാണുന്നതല്ല, മനുഷ്യന്മാര് ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുത്തവയാണ് ഇത് 4ഉം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നുവെന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമമാണ് F=G(m1m2/r². ഇത് G and R എന്നിവ യഥാക്രമം ആകുന്നു. G and R എന്നിവ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. G എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് അല്ലെ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G എന്ന് വെച്ചാൽ 6.674 × 10⁻11 m³ കിലോഗ്രാം ഇൻവേഴ്സ് സെക്കൻഡ് (10⁻²) ആണ് എന്ത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് R എന്ന് വെച്ചാൽ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ്. കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് R. അപ്പൊ എന്താണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? ഈ ഒരു ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ രണ്ട് വസ്തുക്കൾ M1 M2 മാസുള്ള M1ഉം M2ഉം മാസുള്ള 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആകർഷണ ബലം ഫോഴ്സ് എന്ന് പറയുന്നത് F=G(m1m2/r² ആയിരിക്കും. അത് M1 M2 മാസ് ആണ്. R² എന്ന് പറയുന്നത് അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. R എന്ന് വെച്ചാൽ ഈ 2 മാസുകളുടെ കേന്ദ്ര ഭാഗങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G, അതേപോലെ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് R. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DRDOയെ കുറിച്ചാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DRDO എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. അപ്പൊ DRDOയെ കുറിച്ച് നോക്കാം. DRDO 1959 രൂപീകരിച്ചു. അത് ശരിക്കും തെറ്റാണ്. ഇത് 1959 58 രൂപീകരിച്ചത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. ഇനി ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. അത് ശരിയാണ്. ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യലൊക്കെയാണല്ലേ ഡിഫൻസ് ഇതിന്റെ പണി. അപ്പൊ ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തത് DRDO ആണെന്നുള്ളത് ശരിയാണ്. ഇൻസാസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസാസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്മോൾ ആംഡ് സിസ്റ്റം ആണ് ഇൻസാസ്. ഇന്ത്യൻ സ്മോൾ ആംഡ് സിസ്റ്റം. അപ്പൊ അത് രൂപകൽപ്പന ചെയ്തത് DRDO ആണ്. ഇനി DRDO ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. ബഹിരാകാശ വകുപ്പിന് കീഴിലാണോ വരുന്നത്? അല്ല. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിക്ക് കീഴിലാണ് DRDO വരുന്നത്. ഡിഫൻസ് മിനിസ്ട്രിക്ക് കീഴിലാണ്, പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ്
DRDO വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും പോയിന്റും തെറ്റാണ്. ഇനി DRDOയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്, അതും തെറ്റാണ്. എവിടെയാണ് ആസ്ഥാനം വരുന്നത്? ഡൽഹിയാണ്. DRDOയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1 മാത്രം, 4 മാത്രം, 2 മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ 2 മാത്രമാണല്ലേ ശരി. ഇൻസാസ് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് DRDO ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രമാണ് ശരി. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറിപ്പോവാതെ ആൻസർ ചെയ്യാൻ നോക്കണം. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണ് ശരിയെന്ന് നമുക്കറിയാം. അപ്പൊ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തു പോവരുത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ശരിയെന്ന് അറിയാം. അപ്പൊ രണ്ടാമത്തത് ബി മാർക്ക് ചെയ്തു പോവരുത്. സി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രം ശരിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം ഡാഷ് വഴിയാണ്. ആൽഫാക്ഷയം, ബീറ്റാക്ഷയം, അണുവിഘടനം, അണുസംയോജനം. ഇപ്പൊ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അണുസംയോജനം വഴിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ന്യൂക്ലിയർ ഫ്യൂഷൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് വരുന്ന വൈദ്യുതി 3%. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 3%. അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്, അണു സംയോജനം വഴിയാണ്. ഇനി ആണവ നിലയങ്ങളിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. അണുവിഘടനമാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ല, ന്യൂക്ലിയർ ഫിഷൻ ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എപ്പോഴും ഏകദേശം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. COP28 എന്ന് പറയുന്നത്. അപ്പോ UN കാലാവസ്ഥ COP28 COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. മുംബൈ, ബംഗളൂരു, ഡൽഹി, ദുബായ്. ഈ COP28 നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ഇനി COP നമ്മൾ റീസെന്റ് നടക്കാനും ഇനി വരാൻ പോകുന്ന COP-നെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായാലും എക്സാമിന് പോകുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഉച്ചകോടി വർഷം, COP ഉച്ചകോടി നടന്ന വർഷം 2023 ആണ്. COP28 നടന്നത് 2023 അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. COP29 ആണെങ്കിലോ അത് 2024 നടന്നു. അത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ് നടന്നത്. അസർബൈജാനിലെ ബാക്കു. അപ്പൊ കാലാവസ്ഥ ധനസഹായം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് COP30 ആണെങ്കിൽ അത് നടന്നത് 2025 ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടാണ് COP30 നടന്നത്. ബ്രസീലിലെ ബെലേം. ഇപ്പൊ രാജ്യങ്ങളുടെ പുതിയ 10 വർഷത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി. അതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇനി നെക്സ്റ്റ് വൺ COP31 ആണ്. 2026 നടന്നത്. അന്റാലിയ 26 ഇനി നടക്കാൻ പോവാണ്, നടന്നിട്ടില്ല. അപ്പൊ 2026 COP31 ആണ് നടക്കുന്നത്. 25 ഓർത്തു വെക്കുക. 2025 COP30 നടന്നു. ബ്രസീലിലെ ബെലേമിലായിരുന്നു. 2026 COP31 നടക്കാൻ പോവാണ്. അന്റാലിയയിലെ തുർക്കിയിലെ അന്റാലിയയിൽ വെച്ചിട്ടാണ്. ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്ന പസഫിക് കോപ്പാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മളൊരു കുറച്ച് PYQs സെലക്ട് ചെയ്തതാണ്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഇത് കൂടാതെ ISRO കുറിച്ചും നമ്മൾ റോക്കറ്റ് വിക്ഷേപണം, റോക്കറ്റ്സിനെ കുറിച്ചും നിലവിൽ ഇന്ത്യയുടെ ISRO പദ്ധതികളെ കുറിച്ചും എന്തായാലും പഠിച്ചിരിക്കണം. അതൊക്കെ നിർബന്ധമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, ഇന്ത്യയുടെ ഇനി വരാൻ പോകുന്ന ദൗത്യങ്ങളും ഇതുവരെ നടന്ന ദൗത്യങ്ങളും അതേപോലെ നാവികസേനയെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഗ്രി ബൂസ്റ്റർ ബാച്ച്, ഇവിടെ ഡിഗ്രി പ്രിലിംസിന്റെ ബൂസ്റ്റർ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 days ബൂസ്റ്റർ ബാച്ച് ആയിരിക്കും. 20 hours ക്ലാസ്സസ് ആണ് ഉണ്ടാവുന്നത്. അതേപോലെ 5 മോഡൽ എക്സാംസും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ 20 hours ക്ലാസ്സസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ആ ഒരു ഡിഗ്രി പ്രിലിംസ് നമ്മൾ കടന്നു കിട്ടാൻ ആവശ്യമായ, എലിജിബിൾ ആവാൻ ആവശ്യമായതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 8590202323 ആണ് നമ്പർ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.